അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഹരിദ്വാറിൽ നിന്ന് ഇറങ്ങിയാണ് നൈനിറ്റാളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഏതാണ്ട് 235 കിലോമീറ്റർ ഇവിടുന്ന്. ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് 76.03 അല്ലേ? ഇത്ര കണ്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഏരിയ ആണ് കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ നാഷണൽ പാർക്കല്ല, അത് കോർബറ്റ് അല്ല, അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് ഫോറസ്റ്റ് ഏരിയാസാണത്. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ചായ കുടിക്കാൻ നിർത്തി ചായ കുടിച്ച് വീണ്ടും തുടങ്ങും. ഏതാണ്ട് 50 കിലോമീറ്ററും കൂടി ഇവിടുന്ന്.
അങ്ങനെ നൈനിറ്റാലെത്തി. നൈനിറ്റാൽ എന്താ അങ്ങനെ ഉച്ചരിക്കാന്നറിയില്ല. അങ്ങനെ അതെത്തി. എൻ്റെ ഒരു തടാകം. ഈ ഒരു ഏരിയയിൽ ഒരുപാട് തടാകം കാണാനുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇവിടെ എവിടെയും എഴുതിയിട്ടില്ല. ഇവിടെ ഒരു കറക് മാഗി പോയിൻ്റ് എന്നൊരു കടയുണ്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണ്. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ. നല്ല ക്ലീൻ വെള്ളം കേട്ടോ. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അധികം നിൽക്കുന്നില്ല, മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ സിറ്റിയിലെത്തി. ഇനി റൂം നോക്കണം. ഓയ തന്നെയാണ് നമുക്ക് ഇവിടെയും പ്രിഫറൻസ്. വരുന്ന വഴിക്ക് 1-2 ഓയ ഉണ്ടായിരുന്നു, പക്ഷേ താല്പര്യമില്ലായിരുന്നു അവിടെ താമസിക്കാൻ. സിറ്റി തന്നെ താമസിക്കാൻ താല്പര്യം. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഹോട്ടൽ സർക്ക ഇവിടെ നാനിറ്റാലിൽ നിന്ന് നേപ്പാൾക്ക് പോകുന്ന വഴിക്കാണ്. ചെറിയ വിലയായിട്ടുള്ളൂ, വലിയ വിലയൊന്നുമില്ല. നമ്മൾ നോൺ വെജാണ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. ഏതായാലും തിരിച്ച് നേപ്പാൾ ബോർഡറിലേക്ക്. അങ്ങനെ മറ്റൊരു വാട്ടർ ക്രോസും കൂടി. നമ്മുടെ ഹിമാചലിലും കാശ്മീരിലും കിട്ടുന്ന പോലത്തെ വാട്ടർ ക്രോസ് അല്ല, അവിടെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അതായത് എന്താ പറയുക, പാലം നിർമ്മിക്കുന്നതിന് പകരം അവർ എന്താ പറയുക, റോഡൊന്ന് താഴ്ത്തി പണിതു വെള്ളം നല്ല രീതിയിൽ ഒഴുകാൻ വേണ്ടി. അങ്ങനെ എന്തൊക്കെയാണ് ടെക്നീക്ക്. ഇത് മഴക്കാലത്ത് എങ്ങനെ ആയിരിക്കും എന്നൊരു പിടിയില്ല. കാര്യം ഇന്നലെ വെള്ളപ്പൊക്കത്തിലൂടെയാണ് വണ്ടി ഓടിച്ചത്. നമ്മൾ ദെഹ്റാദൂൻ പോകുന്ന വഴിക്കായിരുന്നത്.
നല്ല വെള്ളപ്പൊക്കമായിരുന്നു. അത്യാവശ്യം മഴ പെയ്ത് 5 മിനിറ്റിനകം റോഡൊക്കെ വെള്ളം കയറി, ഓടിക്കാൻ പ്രയാസമായി. പക്ഷെ എങ്കിലും വണ്ടി നിർത്തിയില്ല, നമ്മൾ വേഗം മുന്നോട്ടെടുത്തു. 2-3 കിലോമീറ്ററിനകം തന്നെ നമുക്ക് കയറ്റം തുടങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട, ഇല്ലെങ്കിൽ പെട്ടുപോയതിന് ശരിക്കും. നേപ്പാൾ ബസ് ഫ്രണ്ട്ഷിപ്പ് ബസ് എന്താണോ അറിയില്ല. നാളെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഒരു ബസ്സിൽ പോകുന്നു, ബൈക്കിൽ പോകുന്നു. ഉത്തരാഖണ്ഡിലെ വിശാലമായ പാടങ്ങൾ. ഹായ്, ഇന്ന് ഞങ്ങളിപ്പോൾ നേപ്പാളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ഞങ്ങൾ ഒരു 6 മണിയായി ഞങ്ങളിവിടെ നേപ്പാൾ എൻട്രി ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ വന്നു. വണ്ടിക്കാണ് ടാക്സ് ഉള്ളൂ, നമുക്ക് ആൾക്ക് പെർമിറ്റ് ഒന്നുമില്ല. വണ്ടിയുടെ ടാക്സ് മാത്രം അടച്ചാൽ മതി. വണ്ടിയുടെ ടാക്സ് ഒരാൾക്ക് 1 ഡേ 100 രൂപ അല്ലെ, 100 രൂപ ഉണ്ട്, ഇന്ത്യൻ മണി 100 രൂപ. അങ്ങനെ ഞങ്ങൾ 7 ദിവസത്തേക്ക് എടുത്തു. അത് സിമ്പിൾ പ്രൊസീജിയേഴ്സാണ്. അതെല്ലാം ഓവറായിട്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വണ്ടിയുടെ പേപ്പറും ലൈസൻസും മാത്രം കൊടുത്താൽ മതി, ബാക്കി അവരെന്നെ. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, വരുമ്പോൾ നാട്ടിൽ മുന്നേ കുറേ ക്യാഷ് കയ്യിൽ വെക്കുക. എന്നിട്ട് എമിഗ്രേഷൻ ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ മണി എക്സ്ചേഞ്ചിൻ്റെ സൗകര്യം ഉണ്ട്, അവിടെ നിന്ന് തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യുക. പുറത്തുനിന്ന് ഏജന്റുമാരുടെ അടുത്ത് കൊടുക്കരുത്, കമ്മീഷൻ നല്ലോണം പിടിക്കും, നമ്മളെ പറ്റിക്കും. അപ്പം അതിനുള്ളിൽ തന്നെ എല്ലാം ചെയ്യുക. സംഭവം സിമ്പിളായിരുന്നു. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ റൂമിൽ വന്നു. അവിടുന്ന് ചെക്ക് പോസ്റ്റിൽ അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഓപ്ര എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. കുഴപ്പമില്ല, ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. റേറ്റും നമ്മളെ സാധാരണ നോർമലി ഒരു നാട്ടിലെ ഒരു 1800-2000 രൂപയുടെ അടുത്ത് എന്തായാലും വരും. കുഴപ്പമില്ല 3 ആൾക്ക്. പിന്നെ ഇതിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മട്ടൻ ചൗമി ആണ് ഓർഡർ ചെയ്തത്. മട്ടൻ ചൗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസിനാണ് ചൗമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് മനസ്സിലായത് ചൈനീസ്. ഇനിയിപ്പോൾ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം എന്താണ് സ്ഥിതി എന്നുള്ളത്. ബാക്കി നേപ്പാളിലെ വിശേഷങ്ങളൊക്കെ നാളെ ഞങ്ങൾ കണ്ടിട്ട് ബാക്കി പറയാം. ഒരു ഡാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റിലേക്ക് വരുന്നത്. ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും വണ്ടിയുടെ നമ്പറും അവിടെ എഴുതി കൊടുക്കുക, കടന്നു വരും. ഒരു കുഴപ്പമില്ല. ഇന്ത്യയുടെ എമിഗ്രേഷൻ ഓഫീസ് പോകുമ്പോൾ നമ്മുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ വെറുതെ പേര് എഴുതുക, കാര്യങ്ങളൊന്നുമില്ല. അത് മുന്നേ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യും. നേപ്പാളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫസ്റ്റ് എമിഗ്രേഷൻ ഓഫീസിൻ്റെ, നമ്മൾ ഇന്ത്യക്കാർക്ക് എമിഗ്രേഷൻ ഓഫീസ് പോകേണ്ട ആവശ്യമില്ല. നേരെ പോവുക കസ്റ്റംസ് ഓഫീസിൽ പോയിട്ട് നേരത്തെ വിശാഖപട്ടണം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ മുന്നോട്ട് വന്നാൽ നല്ല റൂമുകൾ കിട്ടി തുടങ്ങും. ചെറിയൊരു മാർക്കറ്റാണ്, ഒരു ടൗണ്. നേപ്പാളിലെ ആദ്യത്തെ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പറയും നേപ്പാളിലെ ഫസ്റ്റ് ഫുഡ്. അല്ലേ ചോമീന്നൊക്കെ പറഞ്ഞ
മട്ടനാണ് ഞാൻ ആദ്യം കഴിക്കാറില്ല, ആദ്യമായിട്ട് കഴിക്കാം. ചൗമിയാണ് മട്ടനല്ല, നൂഡിൽസിനാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ച് റൂമിലെത്തി. ഇനി ഉറങ്ങും. റൂം ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ മറ്റ് എപ്പിസോഡ്സും കാണണം.